ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പനോരമിക് ബസ്സായ ബെർണീന ബസ്സിൽ സ്വിറ്റ്സർലൻഡിലെ മനോഹര നഗരമായ ലുഗാനോയിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടങ്ങിയുള്ള കാഴ്ചകളാണ്. ലുഗാനോ സിറ്റിയുടെ ഔട്ടർ തുടങ്ങി ലുഗാനോ സിറ്റിയുടെ സെൻറ്റർ വരെയുള്ള നമ്മൾ ബസ്സിൽ വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ ബെനീസ് വ്ലോഗ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതാണ് അതിൻ്റെ ആ റൂട്ട്. ഇറ്റലിയുടെ ടിറാനോയിൽ നിന്നും 90-95% ഇറ്റലി വഴി തന്നെ വന്നിട്ട് നമ്മൾ നേരെ ലുഗാനോയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ഓൾമോസ്റ്റ് 1 മണിക്കൂറോളം ബസ് യാത്രയുടെ ഒരു സൈഡ് ഈ ലുഗാനോ തടാകമാണ്. ആ തടാകത്തിൻ്റെ കരയിലൂടെയാണ് ഓൾമോസ്റ്റ് 1 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്തത്. നമ്മൾ യാത്ര ചെയ്ത് ഇതിൻ്റെ നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെ അതിർത്തിയിൽ എത്തുന്നിടം തുടങ്ങി സ്വിറ്റ്സർലൻഡിൻ്റെ നഗര ഹൃദയത്തിൽ വരെ എത്തുമ്പോഴുള്ള ബസ്സിൽ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മളിതിനകത്ത് കാണിക്കുന്നത്. ലുഗാനോ തടാകത്തിൻ്റെ വടക്കേക്കരയിലുള്ള ഒരു ചെറിയ പട്ടണമാണ് ലുഗാനോ. കമിലിയാസ് പൂക്കളുടെയും ലൊംബാർഡി സ്റ്റൈൽ മാളികകളുടെയും നഗരം. വാഹനത്തിരക്കില്ലാത്ത വീതികളും കായലോരത്തെ ചുറ്റിപ്പോകുന്ന നടപ്പാതകളും മഞ്ഞുമലകളും വർഷം മുഴുവനും മികച്ച കാലാവസ്ഥയുമുള്ള യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ സുഖവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇതാണ് നമ്മൾ ആ ഒരു കാണുന്ന അവിടുത്തെ ആ ഒരു ലുഗാനോ തടാകം എന്ന് പറയുന്നത്. നമ്മൾ ആ തടാകത്തിൻ്റെ ഒരു വ്യൂ ആണ്. നമ്മൾ ഈ സൈഡ് വഴി അതിൻ്റെ കരവഴിലൂടെ നമ്മുടെ ബസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മെഡിറ്ററേനിയൻ ശൈലിയിലുള്ള നഗര ചത്തുരങ്ങളും കമാനങ്ങൾക്ക് കീഴെയുള്ള അന്തിച്ചന്തകളും ഓരോ തിരുവിലുമുള്ള പൂന്തോട്ടങ്ങളും സദാ ചുറ്റി നടക്കുന്ന കായൽക്കാറ്റും ഈ നഗരത്തിന് ഒരു ഗ്രാമീണ സൗന്ദര്യം സമ്മാനിക്കുന്നു. ഒരു വശത്ത് അതിരിടുന്ന ആൽപ്സും മറുവശത്ത് കോട്ട കെട്ടുന്ന ഇറ്റാലിയൻ നഗരങ്ങളും ലുഗാനോവിനെ സഞ്ചാരികളുടെ ഇടത്താവളമാക്കുന്നു. ഇറ്റലിയിലെ കോമോയാണ് സ്വിറ്റ്സർലൻഡിൻ്റെ ലുഗാനോ. അടുത്തടുത്ത് ഒരു മലയ്ക്ക് അപ്പുറവും ഇപ്പുറവുമായി കിടക്കുന്ന തടാകക്കരകളാണ് രണ്ടും. ധനികരുടെ വേനൽക്കാല വസതികളാണ് ഇവിടെ അധികവും. ലുഗാനോയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 63,932 ഇത് 2017 ജനസംഖ്യയാണ്. ലുഗാനോയുടെ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ 273 മീറ്ററാണ്. ഇത് ടിസാനോ എന്നുള്ള ഒരു കന്റോണിലാണ് ഈ ലുഗാനോ എന്ന് പറഞ്ഞ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ടിസിനോയിലെ അവധിക്കാല മേഖലകളിലെ ഏറ്റവും വലിയ പട്ടണമായ ലുഗാനോ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ സാമ്പത്തിക കേന്ദ്രവും കോൺഫറൻസ്, ബാങ്കിങ്, ബിസിനസ് കേന്ദ്രവും മാത്രമല്ല പാർക്കുകളും പൂക്കളും വില്ലകളും വിശുദ്ധ കെട്ടിടങ്ങളുമുള്ള ഒരു പട്ടണമാണ്. മെഡിറ്ററേനിയൻ വൈദഗ്ധ്യമുള്ള ലുഗാനോ ഒരു ലോകോത്തര നഗരത്തിൻ്റെ എല്ലാ ഗുണങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ലുഗാനോ തടാകത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഉൾക്കടലിലാണ് ലുഗാനോ സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്ന നിരവധി പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഗതാഗതരഹിതമായ ചരിത്ര നഗര കേന്ദ്രം, ഇറ്റാലിയൻ ലോംബാർഡി ശൈലിയിലുള്ള നിരവധി കെട്ടിടങ്ങൾ, എക്സ്ക്ലൂസീവ് മ്യൂസിയങ്ങൾ, പർവ്വതങ്ങൾ, തടാകം, മിതമായ കാലാവസ്ഥയ്ക്ക് വളരെ നന്ദി. വസന്തകാലത്തെ കാമേലികൾ വിരിയുന്ന സമയത്ത് ലുഗാനോ ഒരു ജനപ്രിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. മെഡിറ്ററേനിയൻ ശൈലിയിലുള്ള ചതുരങ്ങളും ആർക്കേഡുകളുമുള്ള പട്ടണം കേന്ദ്രവും തടാകത്തിൻ്റെ തീരത്തുള്ള പാർക്കോ സിവിക്കോ പോലുള്ള ഉപഉഷ്ണമേഖല സസ്യങ്ങളുള്ള നിരവധി പാർക്കുകളും അന്തരീക്ഷം ആസ്വദിച്ച് ചുറ്റിക്കറങ്ങാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. തടാകക്കരയിൽ ബെവൽഡറെ ഗാർഡനിലുണ്ട്. അവിടെ പാർക്ക് ലാൻഡിൽ കാമേലിയകളും മഗ്നോളിയകളും മാത്രമല്ല എണ്ണമറ്റ ഉഷ്ണമേഖല സസ്യങ്ങളും ആധുനിക കലാസൃഷ്ടികളുമുണ്ട്. കലാസ്വാദികരുടെയും കലയുടെയും വാസ്തുവിദ്യയുടെയും ഈ നഗരത്തിലേക്ക് ആകർഷിക്കുന്നത് ഇത് ആതിഥേയത്വം വഹിക്കുന്ന എക്സിബിഷനുകളുടെ ഉയർന്ന നിലവാരമാണ്. ജാവൻസ്കി, റെനോയിർ, ഡെഗാസ് എന്നിവരുടെ പെയിൻറ്റിങ്ങുകൾ മാസിയൽ മ്യൂസിയോ ഡി ആർട്ടെ ഡെല്ല സിസേറ ഇറ്റാലിയാനയിലുണ്ട്. ലുഗാനോയുടെ ഏറ്റവും അടുത്തുള്ള 2 പർവ്വതങ്ങളായ മോണ്ടെ സാൻ സാൽവത്തോർ, മോണ്ടെ ബ്രേ എന്നിവ ലുഗാനോ തടാകം, ആൽപൈൻ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയുടെ മികച്ച കാഴ്ച നൽകുന്നു. നമ്മൾ ഇവിടെ മോണ്ട് ബ്രെയിൽ പോകുന്നുണ്ട്. നമ്മൾ മോണ്ട് ബ്രെയിൽ പോകുന്നത് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ
ഇടുന്നുണ്ട്, അടുത്തടുത്ത വീഡിയോകളായിട്ട് വരുന്നുണ്ട്. നമ്മളിവിടെ ബോട്ടിംഗ് ഉണ്ട്, ലുഗാനോ തടാകത്തിൽ ബോട്ടിംഗ് ഉണ്ട്, മൗണ്ട് ബ്രേയിലുള്ള പോകുന്നതുണ്ട്. പിന്നെ സ്വിസ് മിനിയേച്ചറിലെ കാഴ്ചകളും അതാണ് നമ്മളിവിടെ കൂടുതൽ ലുഗാനോയിൽ എടുക്കുന്നത്. ലുഗാനോയിൽ നമ്മൾ ഇന്ന് വൈകിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മൾ വൈകുന്നേരം സ്ഥലത്തെത്തി റൂമിൽ പോയി റൂം എടുത്തിട്ട് തിരിച്ച് നമ്മൾ ടൗണിൽ വന്നിട്ട് നമ്മൾ രാത്രി ഈ നമ്മുടെ ഈ ലുഗാനോ തടാകത്തിൻ്റെ കരയിൽ ഇരുന്ന കാറ്റ് കൊള്ളുന്നതൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഫർണിക്കുലേഴ്സ് ഉണ്ട്. നമുക്ക് ആ മെയിൻ ടൗണിൻ്റെ ഭാഗത്തുനിന്ന് താഴോട്ട് നല്ല പിന്നെ ഇറക്കമാണ്. നമ്മൾ ഫർണിക്കുലർ വഴി താഴോട്ട് വൈകിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മൗണ്ട് ബ്രേയിലൊക്കെ നമ്മൾ പോകണമെങ്കിൽ ഫർണിക്കുലർ വഴിയാണ് നമ്മൾ മുകളിലോട്ട് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്ത ഇതിനകത്ത് നമ്മൾ കൂടുതൽ തരുന്നതാണ്. നമുക്ക് മൗണ്ട് ബ്രേയിൽ നിന്ന് ബ്രേ ഗ്രാമത്തിലേക്ക് ഒരു നടത്തമുണ്ട്. അതിൻ്റെ സാധാരണ ടിസിനോ ഗ്രാമകേന്ദ്രം സംരക്ഷിക്കുകയും കലാസൃഷ്ടികളാൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. സാൻ സൽവത്തോറിൽ നിന്ന് മനോഹരമായി സ്ഥിതി ചെയ്യുന്ന കരോണയിലൂടെ മോർട്ടോട്ടിലെ ലുഗാനോ തടാകത്തിലേക്ക് മറ്റൊരു ജനപ്രിയ നടത്തുന്നു. ലുഗാനോയിലേക്ക് ഒരു ബോട്ട് യാത്ര നടത്തുന്നത് ദിവസം മുഴുവൻ ചെലവഴിക്കാനുള്ള മികച്ച മാർഗ്ഗമാണ്. നമ്മൾ ലുഗാനോയിലെ ബോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ അത് സ്വിറ്റ്സർലൻഡിൻ്റെ ഏരിയയിലുള്ള നമ്മുടെ അവിടുത്തെ ഈ പിന്നെ ബോട്ട് സ്റ്റേഷൻ വഴി നമ്മൾ പോകുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറ്റാലിയൻ പിന്നെ ഈ സ്റ്റേഷൻ വഴിയൊക്കെ പോയാണ്. അവിടെ നിന്നെല്ലാം ഓരോ ജെട്ടികളിൽ നിന്ന് ആളെ കയറ്റുന്നുണ്ട്. ഇങ്ങനെ കറങ്ങി നമ്മൾ ആ തടാകത്തിൻ്റെ ചുറ്റു സൈഡും കണ്ട് ആണ് തിരിച്ച് അവിടെ തന്നെ വരുന്നത്. നമ്മൾ ബോട്ടിംഗ് നടത്തി. ലുഗാനോ തടാകം കാണാൻ വളരെ ഭംഗിയുള്ള തടാകമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളും എല്ലാം വളരെ ഭംഗിയാർന്നതാണ്. മെഡിറ്ററേനിയൻ താപനില, ഈന്തപ്പന, ഒലിവ് മരങ്ങൾ എന്നിവ ആസ്വദിക്കുക. നിങ്ങൾ ശരിക്കും വിശ്രമിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചതുരങ്ങളിലൊന്നിലെ ഒരു മേശക്കരിയിൽ ഇരിക്കുക. ഇവിടെ എല്ലാവരും ചെയ്യുന്നത് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ചാറ്റ് ചെയ്യുക, ജീവിതം ആസ്വദിക്കുക. കയ്യിൽ പൈസ ഉള്ളവർക്ക് വളരെ ജീവിതം ആസ്വദിക്കാൻ പറ്റിയൊരു നഗരമാണ് ഈ ലുഗാനോ നഗരം എന്ന് പറയുന്നത്. നമ്മളിപ്പം ബസ്സിൽ നഗരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വരുന്ന വഴി കാണുന്ന ബിൽഡിങ്ങുകളും നഗര തിരക്കുകളൊക്കെയാണ് ഈ കാണുന്നത്. എല്ലായിടത്തും നിറയെ കെട്ടിടങ്ങൾ, ഇടയ്ക്കെല്ലാം പച്ചപ്പുണ്ട്. മരങ്ങളൊക്കെ നല്ലതായിട്ട് നിൽക്കുന്നു. ഈ സ്വിറ്റ്സർലൻഡിന് മറ്റു മേഖലകളെ അപേക്ഷിച്ച് ഇവിടെ മഞ്ഞ് വീഴ്ചയൊന്നുമില്ല. ഇവിടെ ഇത് സമുദ്രനിരപ്പിൽ നിന്ന് പൊക്കം കുറവാണ്. 271 മീറ്ററാണ് ലുഗാനോ തടാകത്തിൻ്റെ ഏരിയയുള്ള പൊക്കം. അതാണ് നമ്മൾ മുമ്പേ വന്ന പിന്നെ എക്സ്പ്രസ് ട്രെയിനുകൾ പോകുന്ന ആ 2 റൂട്ടുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് 2000 പിന്നെ മീറ്ററോളം സമുദ്രത്തിൽ നിന്ന് പൊക്കമുള്ളിടത്താണ് നമ്മൾ ആ മഞ്ഞ് വീഴ്ചയും മഞ്ഞുകളൊക്കെ കണ്ടത്. 500 മീറ്ററൊക്കെ പൊക്കമുള്ള നമ്മുടെ കൂറിലൊക്കെ 500 മീറ്റർ പൊക്കമാണ് സമുദ്രനിരപ്പിൽ നിന്ന്. അവിടെ ഒന്നും മഞ്ഞ് വീഴ്ചയില്ലായിരുന്നു. പക്ഷേ രാവിലത്തെ മഴയും എല്ലാം നല്ല തണുത്തുറഞ്ഞാണ് നമ്മൾ അവിടെയൊക്കെ നിന്നത്. നമ്മൾ ഈ പിന്നെ മുകളിൽ കവറിങ് ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ നമുക്ക് നിൽക്കുമ്പോഴത്തേനും കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഭയങ്കര തണുപ്പ് അനുഭവപ്പെടും. ഇവിടെ അത്രയും തണുപ്പ് തോന്നുന്നില്ല. നമ്മുടെ ബെന്നീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ബസ് ഇങ്ങനെ ടൗണിൻ്റെ ഹൃദയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വിറ്റ്സർലൻഡിൽ അതിൻ്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയയിൽ മാത്രമേ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വഴിയെ പോയി നമ്മളൊരു കട ഇഷ്ടപ്പെട്ടാൽ ആ കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് കയറുന്ന പോലെ സ്വിറ്റ്സർലൻഡിൽ നമുക്ക്, സ്വിറ്റ്സർലൻഡിലല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു സ്ഥലത്തും അങ്ങനെ പോയി പാർക്ക് ചെയ്തിട്ട് പറ്റുകയില്ല. അതിൻ്റെ ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് ഏരിയയിലല്ലാതെ വേറെ എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ നമുക്ക് പെനാൽറ്റി അടിക്കും. അതുകൊണ്ട് അവരാരും അങ്ങനെ ചെയ്ത് കാണാറോ ഇല്ല. ഇപ്പോൾ നമുക്ക് ഒരു പാർക്കിംഗ് ഏരിയയിൽ ഫുള്ളാണെങ്കിൽ അടുത്ത പാർക്കിംഗ് ഏരിയയിൽ പോയി തപ്പി അവിടെ ഇട്ടിട്ട് നമ്മൾ അടുത്ത് നടന്നോ എല്ലാം പോയാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെ നഗരഹൃദയത്തിൽ വന്നു. ഇവിടെ നിന്നാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ബസ്സിൽ പോയത്. ഇവിടെ നിന്നാണ് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ബസ് കിട്ടുന്നത്. ഫ്രണ്ടിൽ കാണുന്ന അതാണ് നമ്മുടെ ലുഗാനോ തടാകമാണ്. കാണുന്നത് ലുഗാനോ തടാകം. ഇവിടുന്ന് ഞങ്ങൾ നേരെ കാണുന്ന ആ റോഡ് വഴിയാണ് ബസ്സിൽ കുറേ ദൂരം ചെല്ലുമ്പോഴായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾ താമസിക്കുന്ന റൂം. അവിടുന്ന് ടൗണിൽ വന്നിട്ടാണ് വീണ്ടും എല്ലാ സ്ഥലത്തേക്കും നമ്മൾ കാണാനൊക്കെ ആയിട്ട് പോകുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ ലുഗാനോ തടാകത്തിൻ്റെ ആ ടൗണിൻ്റെ ഹൃദയഭാഗത്തെ കാഴ്ചകൾ. ആ ഫ്രണ്ടിൽ കണ്ടോ, അവിടെ മുഴുവൻ നിറയും ഇങ്ങനെ കെട്ടിടങ്ങളാണ് ഇതിൻ്റെ കരയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.